പ്രിയമുള്ളവരെ, ഞാൻ കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ പഞ്ചായത്തിൽ ആളവംശം കുട്ടോദേശത്ത് കുമ്മട്ടൂർ മജീദാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇന്നുണ്ടായൊരു വളരെ പ്രയാസമേറിയൊരു ദുരനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വന്നത്, ഫേസ്ബുക്കിൽ വന്നത്. എൻ്റെ ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് 3425 റുപ്യാണ്. അപ്പോൾ ഞാൻ ഈ പൈസ അടച്ചില്ലെങ്കിൽ ഫീസ് ഊരിപ്പോവല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എന്ത് ചെയ്ത്, രാവിലെ തന്നെ, കാരണം എനിക്ക് തൊഴിലിന് പോകണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് അടച്ചിങ് വരാനുള്ള ആൾക്ക് പേരാമ്പ്ര KSEB ഓഫീസിൽ പോയി. ഞാനവിടെ പോയി നോക്കുമ്പോൾ പിന്നെ 2 കൗണ്ടറിലും ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു കൗണ്ടറിൽ ഒരാൾ പൈസ അടിക്കാൻ വന്നത്, മറ്റേ കൗണ്ടറിൽ 2 ആൾ പൈസ അടിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ അവർ അടച്ചു കഴിഞ്ഞവരവിടെ കാത്തുനിന്ന് പിന്നെ ആരുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ പൈസയും ബില്ലും അവരുടെ കൈ കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞ് ക്യാഷ് ഇവിടെ സ്വീകരിക്കില്ലാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്കിത് അറിഞ്ഞുകൂടാലോ, ഞാൻ ആദ്യത്തെ അനുഭവമല്ലേ, പൈസ കൊടുത്താൽ മതിയാകത്ത് എനിക്ക് തിരിഞ്ഞില്ലല്ലോ. നമ്മൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള ബന്ധപ്പാടിലാണ്. പിന്നെ പെട്ടെന്ന് കീശയെ പൈസ ഉണ്ടാവില്ലല്ലോ, എങ്ങനെയല്ലോ സംഘടിപ്പിച്ചെടുത്താണ് ഞാൻ ഈ പൈസ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിലൊന്നും പൈസ ഇല്ല, ഇത് ഞാൻ ഓരോ കടയിലുമായി കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് തൊഴിലെടുക്കാൻ പോവുകയും വേണം, അതുകൊണ്ട് നിങ്ങളൊരു അടച്ചു തന്ന ഉപകാരമാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു രക്ഷയില്ല, നിങ്ങൾ അക്ഷയ പോയിട്ട് അടയ്ക്കാൻ വന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് 50 റുപ്യേൻ്റെ പെട്രോൾ കത്തിച്ച് ചെറുവണ്ണൂർ പോയി അക്ഷയ പോരെ അവർ പറഞ്ഞു കറണ്ടില്ല, സൈറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അടയ്ക്കാൻ പറ്റില്ല എന്നല്ല. ഞാൻ പറഞ്ഞു ഇനി എന്നാൽ ഇതിന് മാർഗ്ഗമുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു നിങ്ങൾ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ അടച്ചു തരാമെന്ന്. ഞാനവിടെ വെയിറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് കറണ്ട് വരുന്നത് ചെറുവണ്ണൂർ അക്ഷയയിൽ. ഞങ്ങൾക്ക് ഇന്ന് അന്വേഷിച്ചാൽ അറിയാം ഇന്നത്തെ മണിക്ക് അവിടെ കറണ്ട് വന്നു. അങ്ങനെ അവർ സൈറ്റൊക്കെ എടുത്ത് എനിക്ക് ബില്ല് അടച്ചു തന്നു. 3450 റുപ്യാണ് ഞാൻ അടച്ച്. 3405 റുപ്യാണ് ഞാൻ അടയ്ക്കേണ്ടത്, എൻ്റെ ബില്ലായത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ 25 റുപ്യ എന്നുള്ളത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത്. 1 റുപ്യായാലും അത് പൈസ തന്നെയല്ലേ. അങ്ങനെ പറഞ്ഞാൽ അത് ഞങ്ങളുടെ സർവീസ് ചാർജാണ്. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ 3450 റുപ്യ കൊടുത്ത് ബില്ലെല്ലാം വാങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ കീസയിൽ എങ്ങനെയല്ലോ ഞാൻ സംഘടിപ്പിച്ചെടുത്തൊരു പൈസ അത് KSEBയിൽ എത്തിക്കാൻ വേണ്ടി എൻ്റെ ഇന്നത്തെ തൊഴിൽ ഞാൻ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഈ കേൾക്കുന്ന പ്രേക്ഷകരെല്ലാം എന്തെങ്കിലും തൊഴിൽ മേഖലയിലുള്ള ആൾക്കാരായിരിക്കും. ഒരു ദിവസം തൊഴിൽ പോയാൽ ഒരാൾക്ക് എന്ത് നഷ്ടം വരും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ. അതുപോലെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയല്ലേ ഞാനുണ്ടാകുക. എൻ്റെ ഒരു ദിവസം തൊഴിൽ ഇന്നത്തെ നഷ്ടപ്പെട്ട് അതിൻ്റെ നഷ്ടത്തിലായാലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞു. 50 റുപ്യേൻ്റെ എണ്ണ എക്സ്ട്രാ കത്തിച്ച് 25 റുപ്യ ഈ പൈസ അവിടെ എത്തിക്കഴിഞ്ഞാൽ എക്സ്ട്രാ കൊടുത്ത്. അതിന് ശേഷമാണ് ഇന്ന് 2 മണിക്ക് ശേഷം എനിക്ക് ഈ പൈസ KSEBയിൽ എത്തിക്കാനായത്. ഞാൻ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുന്നില്ല, അവർ ചിലപ്പോൾ അവരെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. എന്ത് തന്നെയായാലും ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ. ഒരു പൗരൻ എന്നുള്ള ആൾക്ക് എനിക്ക് വന്ന ഒരു അനുഭവം വല്ലാത്ത അനുഭവമല്ലേ. അതുകൊണ്ട് മാന്യപ്രേക്ഷകർ പ്രതികരിക്കാൻ മനസ്സുള്ള ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുക. പിന്നെ ഇത് ബന്ധപ്പെട്ട അധികാരികളെ കയ്യിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യുക. പിന്നെ അതിൻ്റെ മറ്റൊരു വസ്തുത എന്നാൽ നമ്മൾ ബേജാറായിട്ട് പൈസ കൊണ്ട് അടയ്ക്കുന്ന നമ്മൾ ഫീസ് വലിച്ചു കൊടുക്കുന്ന ആൾക്കാണ്. നമ്മൾ പൈസ അടച്ചിട്ടില്ലേ പിറ്റേന്ന് തന്നെ വന്ന് ഫീസ് വലിക്കും, നമ്മൾ പൈസ പോലെ ഈടാക്കും, പൈസ നമ്മൾ കൊടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ KSEBക്ക് കിട്ടാക്കട ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും വീടിൻ്റെ വകുപ്പിൽ KSEBക്ക് കിട്ടാക്കട ഉണ്ടാകില്ല. പക്ഷേ KSEBക്ക് എത്ര കിട്ടാക്കട ഉണ്ട് എന്നുള്ളത് നമുക്ക് നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകരെല്ലാം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുക, ബന്ധപ്പെട്ട അധികാരികളിൽ ഇത് എത്തിക്കുക. എൻ്റെ ഒരു വല്ലാത്ത പ്രയാസം കൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. നേരത്തെ ഒരു അവസ്ഥയായത്.